കണ്ണട തിരിയുന്നത് കണ്ടപ്പോൾ എനിക്കിത് രാജുവാണെന്ന് തോന്നി. കണ്ണട ഉപയോഗിക്കുന്ന ഒരാൾ അത് നഷ്ടപ്പെട്ടാൽ തിരയില്ലേ? തിരയും. അനിലിന്റെ കണ്ണട നഷ്ടപ്പെട്ടു, അവനെ തിരഞ്ഞു. അതുകൊണ്ട് അവൻ ദീപ്തിയുടെ അനിയനാണെന്ന് അങ്ങനെ നിശ്ചയിച്ചു. ഞാനപ്പോൾ ഇമോഷണലായി പോയി വിനോദ്. പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. അപ്പോ ഇമോഷൻ നമ്മെ ഭരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്, അല്ലേ ദീപ്തി? കുറച്ചിരിക്കാം. ദീപ്തി കിഷോറിനെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. ഞാൻ കരുതിക്കുട്ടി ചെയ്തതല്ല. കിഷോർ നല്ലവനാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കിഷോർ ദീപ്തിയെ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നില്ല. എന്റെ ഒരു അപേക്ഷ അറിയിക്കട്ടെ? അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറയൂ. ഞാൻ സ്നേഹിക്കുന്ന കിഷോറിനെയല്ല, വിനോദിനെയാണ്. ദീപ്തി, ഇമോഷൻ നമ്മെ ഭരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് വിനോദ്. വിനോദിന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്നോട് പറയൂ. അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. പക്ഷേ സുഹൃത്തിനോടുള്ള കടപ്പാടിന്റെ പേരിൽ എന്നെ തഴയരുത്. വിനോദ്, കല്യാണം കഴിഞ്ഞാ നീ ഞങ്ങളിവിടുന്ന് അടിച്ചിറക്കുവോ? പോടാ. അല്ല, അവരിവിടെ വന്നാ നമ്മൾ ഒന്നിച്ച് ഈ കാട്ടിൽ എങ്ങനെ കിടക്കും എന്ന് ആലോചിക്കുന്നു. ഇവിടുന്ന് ഒരു കാട്ടിലെടുത്ത് അവിടെ ഇടും. നടുക്കൊരു മറ. നിങ്ങൾ അവിടെ കിടക്കും, ഞങ്ങൾ ഇവിടെ. എന്താ ചിരിക്കുന്നത്? അത് തുണീന്റെ മറ ആണെങ്കിലോ ആലോചിച്ചിരിച്ചു പോയാ. നിങ്ങളെ എനിക്കറിയത്തില്ലടാ വെറുതെ. മരം കൊണ്ടുള്ളൊരു തട്ടി ഉണ്ടാക്കും. പ്ലാൻ കൈയിരിക്കട്ടെ. ഒന്ന് എഴുന്നേറ്റ് പോയി കുളിക്കണ കഴിവേറി. നാടായ നാട് മുഴുവൻ തെണ്ടി വേർത്ത് കുളിച്ചു വന്നിട്ട് കട്ടിൽ കയറി കിടക്കുന്നു. എന്താ എന്ത് പറ്റി? തലവേദന. വെയിൽ കൊണ്ടിട്ടാവും. ഞാൻ പോയി ചൂടായിട്ട് കാപ്പി കൊണ്ടട്ടെ? വേണ്ട. എന്താ കരയുന്നത്? വേദന സഹിക്കുകയില്ല. ഡോക്ടർ വിളിക്കണോ മോനെ? വേണ്ട. നിൽക്കൂ. ഒന്ന് ചോദിച്ചോട്ടെ? എന്തു വേണം? 2 തവണ സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്ക് അവസരം തന്നില്ല. എനിക്ക് ചിലത് അറിയാനുണ്ട്. എനിക്ക് നിങ്ങളൊന്നും സംസാരിക്കാനില്ല. പറയൂ, പറയൂ. നീ രാജു അല്ലേ? നിങ്ങൾക്ക് ഭ്രാന്താണ്. രാജു, നീ എന്ത് രാജു ആണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിന്നെ ഒരു ഭ്രാന്ത വലയത്തിലാക്കിയിരിക്കുകയാണ്. ആ വലയത്തിൽ നിന്നും വെളിയിൽ വരാനുള്ള മടിയാണ് നിന്നെ കൊണ്ട് ഒളിച്ചുകളി നടത്തിക്കുന്നത്. സത്യം പറയൂ, നീ രാജു അല്ലേ? നീ രാജു അല്ലേ? അനാവശ്യം പറയൂ. നിൽക്കൂ, സത്യം പറ. സത്യം പറയാൻ വരെ നിന്നെ ഞാൻ വിടൂല്ല. നീ രാജു അല്ലേ? നീ എന്റെ രാജു തന്നെയാണ്. പിന്നെ അനു, എന്താ? Nothing. Nothing.
nothing at all. എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. കൂട്ടുകാരൊക്കെ എവിടെ പോയി? പുറത്തുപോയി. ഭക്ഷണം വല്ലതും കഴിച്ചോ? കഴിച്ചു. ഞാൻ വരുന്നതുവരെ ഇനി അനിലിനെ കാണാൻ പോകരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. പറയണതമ്മടി, നീ എന്ത് ദിവസം ഉപയോഗിച്ചു? നമ്മൾ മൂവരെ അന്യന് കൈയടിച്ച് സത്യം ചെയ്തല്ലേ ഈ നശിച്ച സാധനം തുടരുത്. നോക്കണോ പിന്നു, മൂക്കത്തെ പുകയും വലിച്ച് നടു റോട്ടിൽ കിടന്ന് തിച്ചും പേയും പറയായിരുന്നു. അവൻ ഇത് എന്ത് ആരംഭിച്ചെന്ന് ചോദിക്കണം. അവൻ ചോദിക്കില്ല. എന്റെ ഈ നിലയ്ക്ക് കാരണക്കാരൻ അവനാണ്. ദീപ്തിയെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ വഴിമാറി തരുമായിരുന്നല്ലോ. ഇന്ന് കാലത്ത് വരെ നല്ലവൻ ചമഞ്ഞ് നീ എന്നെ ചതിക്കുകയായിരുന്നു. കിഷോർ, ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കണ്ട. നീ ആട്ടും തോൽ ധരിച്ച ചെന്നായാണ്, ചതിയനാണ്. പോ ഇവിടുന്ന്. എനിക്കിനി നിന്റെ മോൾ കാണണ്ട. കിഷോർ, ശബ്ദിച്ചു പോരുത്. പോ. Take all your things and get out. അവന് പറയാനുള്ള മുഴുവൻ കേൾക്ക് കിഷോർ. വിനോദ് തിരിച്ചു വിളിച്ചു. ആ ചതിയനെ ഞാൻ ഒരിക്കലും തിരിച്ചു വിളിക്കില്ല. അവനെന്റെ ആരുമല്ല. ഇതുവരെ നമ്മൾ മൂന്നുപേരും ഒന്നായിരുന്നു. ഇന്ന് നീ അവനെ ഒറ്റപ്പെടുത്തിയല്ലേ? അവനെ ഇറക്കി വിട്ടു അല്ലേ? ഓ, ഇത് നിന്റെ വീടാണല്ലോ. ഞങ്ങൾ അതിഥികളല്ലേ? ഞാനത് മറന്നുപോയി. ഇത് എന്റെ ലൈസൻസാണ്.
ഇനി ആരെടുക്കും? വരട്ടെ. ചന്ദ്ര, നിന്നോട് പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ 3 പേരുമായി താമസിച്ച ഈ വീട്ടിൽ ഇനി 2 പേരുമായി താമസിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്താ അവിടെ തന്നെ നിൽക്കുന്നു? എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനും സ്ഥലത്ത് കിടന്നു. അപ്പൊ ചന്ദ്രൻ? ഞാനും ഇറങ്ങി. എന്നാൽ നമുക്കൊരുമിച്ച് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കാം. ഞാനില്ല. നമ്മൾ മൂവർക്കും ഒരുമ എന്നുണ്ടാകുന്നുവോ അന്ന് ഒന്നിച്ച് താമസിക്കാം. അതുവരെ വെവ്വേറെ. അനു, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എനിക്കെന്തോ ഭയം പോലെ. മറ്റൊരു സുന്ദരിയായ പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ അനു? അനു, സുജി, ഞാൻ നിന്റെ രൂപത്തെയല്ല സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സുജിയെ വിട്ട് ഞാൻ എവിടെ പോകാനാണ്? അത്രമാത്രം നിനക്ക് എന്നെ ഇഷ്ടമാണോ? വാക്കുകൾ കൊണ്ട് അത് ഞാൻ എങ്ങനെയാ പറയേണ്ടെന്നറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് നിന്നെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ അയ്യോ, കഴിവേറികളെ വന്നിരിക്കണടാ. കിഷോർ. നീയോ? എന്തിനിവിടെ വന്നു? കിഷോറിനെ കാണാൻ. തകർക്കാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് അന്വേഷിച്ചെന്നാണോ? ഞാനൊന്നും തകർത്തില്ലല്ലോ. അനിയനെ തേടി വന്നതാണ്. പ്രേമത്തെ പറ്റി ചിന്തിക്കാൻ സമയമില്ലെന്ന് അന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെ നീ എങ്ങനെ വിനോദിനെ സ്നേഹിച്ചു? നിങ്ങളെങ്ങനെ എന്നെ സ്നേഹിച്ചു? എനിക്കറിയില്ല. അതുപോലെ എനിക്കും അറിയില്ല. മുൻകൂട്ടി തയ്യാറെടുത്താണോ മനുഷ്യൻ സ്നേഹിക്കുന്നത്? ആ ചതിയൻ എന്നെ പറ്റി നുണകൾ പറഞ്ഞാണ്. വിഡിത്തം പറയാതിരിക്കൂ. പുരുഷന്മാരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണല്ലോ ഈശ്വര സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പോ, എന്റെ ഒപ്പിന്ന് പോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ലല്ലോ. എനിക്ക് കേൾക്കണ്ട. വിനോദ് തെറ്റുകാരനല്ല. സംസ്കാരം കൂടി ഇല്ലാതായി. എന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു. ഇനി എന്റെ കണ്ണിപ്പെട്ട അന്ന് എന്നെ കൊണ്ട് അടിയറവ് ഞാൻ പറയിപ്പിക്കും. പോ. No, thank you. I said no.
It's okay, I'm sorry. I don't want. ഇത് വലിക്കാത്തവർക്ക് ഇവിടെ ഇപ്പോൾ പ്രവേശനമില്ല. Come on, have it. I said no. Have it. I said Please. no. Don't disturb me. No. Please don't say no. Hey, look here. Hey, come. I said no. Have it. Lady, help me, please. Help me. Help me, please. Get away from me, you bloody cheat! ഇവിടെ വന്ന് ഒരു കാര്യം പ്രാർത്ഥിച്ച അത് നടത്തി തരും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ദയവായി അത് നടത്തി തരണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആവോ? ദൈവം നേപ്പാളിയാണ്, ഞാനൊരു പാവം മലയാളിയാണ്. എനിക്ക് വേറെ ഒരു ഭാഷയും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. മനസ്സിലാവുന്നില്ലേ? ഞങ്ങൾ ഗുരുവായൂരപ്പനോട് ചോദിച്ച് അതിന്റെ അർത്ഥം അവിടുന്ന് മനസ്സിലാക്കും. എനിക്ക് 2 ചങ്ങാതിമാരുണ്ട്, കിഷോർ, വിനോദ്. എന്റെ പേര് ചന്ദ്രൻ. അവർ തമ്മിൽ പിണങ്ങി. ചണ്ട ഇന്ന് മാറും നാളെ മാറും കാത്തു. പക്ഷെ അത് നടക്കുന്ന കോളില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് അതിൽ തലയിടുക, കാര്യം നടത്തി തരിക. ഓ ശരി.